അങ്ങനെ കുറേ നാൾ കാത്തിരുന്ന് ട്രിപ്പ് പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാനും നാച്ചുറൽ അഭിജിത്തും കൂടെ രാവിലെ 7:15 എറണാകുളത്ത് നിന്നുള്ള ട്രെയിനിൽ കയറി നേരെ തമിഴ്നാട്ടിലേക്ക് പോയി. ജനറൽ കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്താണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് ചൂടുകാറ്റിനും കംഫോർട്ടിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇടുക്കിക്കാരനായ ഞാനും വയനാടുകാരനായിട്ടുള്ള അഭിജിത്ത് എല്ലാം അറിയാന്നുള്ള രീതിയിലാണ് ട്രെയിനിൽ കയറി യാത്ര തുടങ്ങിയത്. സ്ഥിരമായിട്ട് ഈ ജിമ്മിൽ പോകുന്ന ജിം ഫ്രീക്സ് ഒക്കെ ഈ ട്രിപ്പ് പോകുമ്പോൾ അവരുടെ പ്രോട്ടീൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഒരു പ്രോട്ടീൻ നോട്ട്സും പാക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ഈ ട്രിപ്പിന്റെ ട്രാവൽ എക്സ്പെൻസ് മൊത്തം എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കമന്റ് ഉണ്ടാ, ഞങ്ങൾ ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു പോക്കോളാം. വയനാട്ടിൽ 4 റെയിൽവേ സ്റ്റേഷനുള്ള എന്റെ അഹങ്കാരം ഇടുക്കിക്കാരനായ എന്റെ അടുത്താണ് അഭിജിത്ത് തീർത്തത്. ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ബുക്ക് ചെയ്ത്. അതുകൊണ്ട് ഒരു സൈഡിലുള്ള ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുന്ന 2 പേർക്കും കൂടെ 203 രൂപയേ ആയുള്ളൂ. തമിഴ്നാട് എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ എങ്ങോട്ടാ പോകുന്നതിന് മുമ്പ് അഭിജിത്ത് വേറൊരു കാര്യം പറഞ്ഞു. ഇത്രയും വെള്ളം ഉണ്ടായിട്ടാണോ ഇവർ ഈ വെള്ളത്തിന് കടന്നടി ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ പുറത്തെ വെള്ളം കണ്ട് അകത്തിരിക്കുന്ന നിങ്ങൾക്ക് ദാഹിക്കാൻ തുടങ്ങിയപ്പം വെള്ളം കൊണ്ട് പോകുന്നൊരു ചേട്ടൻ പാനി എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടോ ഒരു കമ്പാർട്ട്മെന്റിലും പുള്ളി നിൽക്കുന്നില്ലെന്ന് തോന്നുന്നേ. പുള്ളി നിന്നില്ലേലും തിരുപ്പൂർ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രെയിൻ നിന്നു. ഞാൻ അഭിജിത്തും കൂടെ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് ചാടി ഇറങ്ങി അടുത്തുള്ളൊരു ഹോട്ടൽ റൂമിലോട്ട് പോയി. റിസപ്ഷനിൽ ഇരുന്ന് ചേച്ചി ഞങ്ങൾക്ക് തമിഴ് അറിയത്തില്ല എന്ന് ഓർത്തുകൊണ്ട് പറ്റിക്കാൻ നോക്കി. പക്ഷേ കുഞ്ഞുനാൾ തൊട്ട് ചുട്ടി ടിവിയും വിജയാണന്റെ പടവും കണ്ട് തമിഴൊക്കെ ഞങ്ങൾക്ക് കൈവന്ന കലയാന്ന് പുള്ളിക്കാർക്ക് അറിയത്തില്ലായിരുന്നു. റൂമൊക്കെ കണ്ടു കയറിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു കടയിൽ കയറിയിട്ട് കുറച്ച് ബീട്രൂട്ട് തോരനും ചോറും കുറച്ച് സാമ്പാറും കൂടെ ഞങ്ങൾ കഴിച്ചു. ആ കടയിലെ അപ്പച്ചൻ ഞങ്ങൾക്ക് സ്നേഹത്തോടെ ആണെങ്കിൽ സാമ്പാറും ഒഴിച്ചു തന്നു, നല്ലപോലെ ചോറും തന്നു. ഈ ഫുഡൊന്നും ഡയറ്റിൽ പെടത്തില്ലെങ്കിലും ഉച്ചയ്ക്ക് ആരെങ്കിലും ഓട്സ് കഴിക്കുമോ, അതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ കഴിച്ചു. മോശമൊന്നുമല്ലായിരുന്നു കേട്ടോ, നല്ല സാപ്പാടായിരിക്കുന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാ. പക്ഷേ ആ അപ്പച്ചനാണെങ്കിൽ ബില്ല് തന്നത് 240 രൂപ 2 ചോറിനും ഒരു സാമ്പാർ കറിക്കും. അപ്പച്ചൻ ഞങ്ങളെ ചിരിച്ചുകൊണ്ട് പറ്റിച്ചു. ആ വിഷമത്തിൽ ഞങ്ങൾ വീണ്ടും ആ തിരിച്ച റൂമിലോട്ട് പോയി. റിസപ്ഷനിൽ ഇരുന്ന് ചേച്ചി വേറെ ഏതോ ഒരു സ്ലാങ്ങിൽ എന്തോ പറഞ്ഞിട്ട് റൂമിന് ഞങ്ങളുടെ 1500 രൂപ ഒരു നൈറ്റിന് മേടിച്ചു. വീണ്ടും അവർ ഞങ്ങളെ പറ്റിച്ചെന്ന് തോന്നി. ആ വിഷമത്തിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേവദൂതനെ പോലെ ബിനിച്ചേട്ടൻ 0 ഷുഗർ കരിമ്പ് ജ്യൂസ് ആയിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ പുള്ളിനെ കൂട്ടത്തിയിട്ട് ഒരു ബൈക്കിൽ ഞങ്ങൾ ട്രിപ്പിൾസ് അടിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ട്രിപ്പിൾസ് ആയിരുന്നേ ഉള്ളൂ. പുള്ളി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വെയിൽ കൊണ്ട് ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും മാസ്കും വെച്ചിട്ടുണ്ടായി. ഒരു കംഫോർട്ട് ഇല്ലാത്ത യാത്രയായതുകൊണ്ട് അരയ്ക്ക് താപ്പോട്ട് കുറച്ച് കംഫോർട്ട്നെസ് കുറവ് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു കടയിൽ കയറി കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കയറി ചെന്ന കട എന്ന് പറയുന്ന ആരോ ഒക്കെ തുണി തയ്ക്കുന്ന ഒരു കട. പിന്നെ കുറച്ച് നേരം വെയിൽ മാറുന്നോടം വരെ അവിടെ ഇരിക്കാലോ എന്ന് ഓർത്തു. ഇന്ന് എന്തിനാണോ അത്രയും ദൂരം കഷ്ടപ്പെട്ട് അവിടെ വരെയും പോയെന്നറിയത്തില്ല, കാര്യങ്ങളൊന്നും നടന്നുമില്ല. വെയിലുള്ളതുകൊണ്ടും അപ്പുറത്തെ പോലീസ് നിൽക്കുന്നുണ്ട്. ഞാനും അഭിയത്തും റെഡ് ടാക്സി എടുത്തുകൊണ്ട് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അടുത്ത സ്പോട്ടിൽ ചെന്നപ്പോഴത്തേക്കും പിള്ളേർ മാരക ക്രിക്കറ്റ് കളി. ഇപ്പൊ 6 അടിക്കുമെന്ന് പറഞ്ഞാൽ നെഞ്ചത്തോട്ട് തന്നെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് പുള്ളിയാണെങ്കിൽ അവരുടെ കളി മൊത്തം നിർത്തി. രണ്ടാമത് പോയ സ്ഥലത്തും പരിപാടി ഒന്നും നടന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ജിമ്മ് മുടക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രീ വർക്കൗട്ട് ആയിട്ട് കോഫിയും 2 ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ജിമ്മ് തപ്പി ഇറങ്ങി. 3/4 മണിക്കൂർ സ്ഥലം അറിയത്തില്ലാത്ത സ്ഥലത്തിനോടെ നടന്നിട്ട് ഒരു മലയാളി മന്തിക്കടയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു ജിമ്മിൽ പോയി ഞങ്ങൾ വർക്കൗട്ടും തുടങ്ങി. ഇന്ന് ഡേ 26 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ചെസ്റ്റും ഷോൾഡറും ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചുള്ളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. സെറ്റ് ആർഎഫ്സി ക്യാപ്ഷൻസ് ഉണ്ട്. VLC ആണ് നെക്സ്റ്റ്. ബൈ.